ഇന്നത്തെ ദിവസം എനിക്ക് ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ബെൻഡോ കേക്കാണ്. അപ്പോൾ നിങ്ങളവർക്കും ഓർഡറൊന്നും ഇല്ലല്ലോ, പിന്നെന്താ ഈ ബെൻഡോ കേക്ക് ചെയ്യുന്നതെന്ന്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ SSLC റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ എൻ്റെ അനിയത്തി SSLC എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്നാൽ പിന്നെ ഒരു കുഞ്ഞ് ക്യൂട്ട് ബെൻഡോ കേക്കും ഒരു ഡയറി മിൽക്ക് സിൽക്കും കൂടി വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഗൂഗിളൊക്കെ നോക്കി ചെറിയൊരു ഡിസൈനൊക്കെ കണ്ടുവച്ചു. സംഭവം ഞാൻ കണ്ട ഡിസൈനിലെ കേക്കിൽ പർപ്പിൾ കളറായിരുന്നു കേട്ടോ. പർപ്പിൾ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു ബെൻഡോ കേക്കിന്. പക്ഷേ എൻ്റെ കയ്യിൽ പർപ്പിൾ കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കളർ മിക്സ് ചെയ്തെടുത്തതാണ്. കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പർപ്പിൾ അല്ല കിട്ടിയത്, പകരം ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ കേക്കൊക്കെ ഒന്ന് കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് നമ്മുടെ ഷുഗർ ബോൾസൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി. അതിനുശേഷം ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കേക്ക് എടുത്ത് ബട്ടർ പേപ്പറിൻ്റെ പക്കത്തേക്ക് വെക്കുക എന്നുള്ളതായിരുന്നു. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ടാസ്ക് ഈ ബട്ടർ പേപ്പറിലുള്ള കേക്ക് എടുത്ത് ബെൻഡോ കേക്കിൻ്റെ ബോക്സിലേക്ക് വെക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സേഫായിട്ട് നമ്മുടെ ബെൻഡോ കേക്കിൻ്റെ ബോക്സിലേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് കുഞ്ഞ് റിബൺ കൊണ്ടൊന്ന് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കെട്ടണ പോലെ ഒന്ന് കെട്ടിക്കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഷോപ്പിൽ പോയി ഒരു വലിയ സിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് സംഭവം ഒന്ന് സെറ്റാക്കി.